ഇത് എനിക്ക് കുറച്ച് കാര്യം തെറ്റിപ്പോയതാണ്. ഞാൻ ആദ്യം സാരി ഡ്രാപ്പിംഗ് എന്ന് പറഞ്ഞു 7 വയസ്സുള്ളപ്പോ തന്നതാ. 7 വയസ്സാണ്. ഇപ്പൊ എനിക്ക് 49 വയസ്സ്. എന്റെ പിന്നെ എത്രയും 10-35 വർഷം മേളിൽ 30. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര് എങ്കിലും അത്യാവശ്യം പേര് ആളുകൾ ചോദിച്ചിട്ട് കാര്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അമ്മച്ചി സാരി ഡ്രാപ്പ് ചെയ്ത് വെക്കുന്നത്, ഡ്രാപ്പിംഗ് അല്ലേ സാരി ഡ്രാപ്പ് ചെയ്ത് വെക്കുന്നത്, അത് തലേ ദിവസം ചെയ്യുമോ അതോ രാവിലെ എണീറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് പറയാൻ ഞാൻ ആളല്ല, കാരണം എനിക്കിതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അമ്മയോട് ചോദിച്ചു, അമ്മ ചെയ്യാവോന്ന്. അമ്മ ചെയ്യാൻ പോവല്ലേ അമ്മ? അപ്പൊ ഇത് നമ്മുടെ ഒരു ബിസിനസ്സും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. എന്റെ ബിസിനസ് അല്ല, അമ്മയുടെ ബിസിനസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ സാരി ഡ്രാപ്പ് ചെയ്ത് തരാൻ ഉള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പം മിനി ഡ്രാപ്പിംഗ് എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. അല്ല കേട്ടോ, അതിനൊന്നുമല്ല. അപ്പൊ ആരെങ്കിലുമൊക്കെ അടുത്തൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരെ അതിന്റെ പൈസയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാന്നുള്ളത് നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ. എനിക്കതിൽ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എനിക്ക് അതിനെ കുറിച്ച് എല്ലായിട്ട് പരിപാടിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മേനെ വെച്ച് അമ്മയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്റെ മുഖം കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വിക്സ് വെച്ചേക്കാണ്, ജലദോഷം പിടിച്ച്. ഇവർ രണ്ടുപേരും ജലദോഷം ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ജലദോഷം ഇനി എന്ത് വന്നാലും നമ്മൾ ഓണായിരിക്കും അല്ലേ മേ? അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോട്ടോ. സൗകര്യത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം എന്നമേ. കസ്റ്റമർ വന്നപ്പോഴേ ഞാൻ കൊടുത്ത സാരി ആയത്. അപ്പൊ സാരി കൊടുത്തപ്പോ ആ ചേച്ചി ചോദിച്ചു, ഇതിന്റെ മുന്താണി കെട്ടിയതല്ല, ആരെങ്കിലും കെട്ടാൻ അറിയാവുന്നവരുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കറിയാം, ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞ് ഞാൻ തന്ന സാരി കാട്ടി കൊടുത്തു. എന്നാലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ സാരി വേറെ ഒരു സാരി വീട്ടിൽ ഇരിപ്പുണ്ട്, അതുകൂടെ കൊണ്ടു തരാന്ന് പറഞ്ഞ് 2 സാരി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇതില് ഒരു സാരി ഇതാണ് കൊണ്ടു തന്നെ. പഴയ സാരി ആയിരുന്നു, അത് കെട്ടിയിട്ടില്ല. അപ്പൊ എന്നോട് അത് പറഞ്ഞപ്പോ കൊണ്ടു തന്നപ്പോ കടയിൽ തിരക്കില്ലാതിരുന്ന സമയത്ത് ഞാനത് കെട്ടി, ഒരെണ്ണം കെട്ടി. ഇത് എങ്ങനെ കെട്ടണത്? ഇത് നൂല് വലിക്കും. കാണിച്ചു തരാം. അത് കെട്ടാത്ത സാരി, ഇതാണ് അമ്മ ചെയ്യണേ. അപ്പൊ ഞാൻ ഈ സാരി ഉടുക്കുന്ന നല്ലതാ, ഇത് മുന്താണി കെട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. അല്ല, ഇപ്പൊ മടക്കി വെക്കണ കാര്യമല്ല, ഫ്ലീറ്റ് എടുക്കുന്ന കാര്യമൊക്കെ അല്ലേ? ഫ്ലീറ്റ് എടുക്കുന്ന കാര്യം എന്നോട് ചോദിച്ചിട്ടില്ലേ, അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഇന്ന് കാണിക്കണ്ട, നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. ഇത് കസ്റ്റമർ അവർക്ക് ഉണ്ടായിരുന്ന സാരി കൊണ്ടെത്തന്ന. അപ്പൊ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ കീറിയിട്ട് ആ നൂല് വലിച്ച് ഇങ്ങനെ കുരുകുരാന്ന് കെട്ടും. ഇത് കണ്ടോ കെട്ടിയേക്കുന്നേ? ഇത് മുന്താണി കെട്ടാന്ന് പറയാ. ഇതിനെ മുന്താണി കെട്ടുന്നതെന്ന് പറഞ്ഞ മറ്റേ സാരി ഞൊറിഞ്ഞ് നമ്മൾ ഉടുക്കുന്ന കാര്യമാണ് കസ്റ്റമർ ചോദിച്ചത്. അതായിരിക്കും കുറെ പേര് ചോദിച്ചിട്ടുണ്ടാവുക. ഇത് കണ്ടോ അങ്ങനെ കാണിക്കണേ. അപ്പൊ ഇതിന്റെ മുന്താണി ഇങ്ങനെ കെട്ടാത്തായിരുന്നു ആ കസ്റ്റമർക്ക്. അപ്പൊ അവര് കൊണ്ട് തന്നപ്പോ മുന്താണി കെട്ടി. അപ്പൊ 2 സാരി കെട്ടുന്നതിന് 150 രൂപ വെച്ച് 300 രൂപ ചേച്ചി അന്നേരം തന്നെ എനിക്ക് തന്നു. ഇന്നലെ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. ഈ സാരിയാ ഞാൻ കൊടുത്ത സാരി, നമ്മുടെ കടയിൽ നിന്ന് എടുത്ത സാരി അവര്. ഇതിന്റെ മുന്താണി ഇത് ഉടുക്കുന്ന ഭാഗം. ഇത് മുന്താണിയുടെ ഭാഗം. ഇത് മുന്താണിയുടെ ഇതിന്റെ തുമ്പ് കെട്ടിയിട്ടില്ല, കണ്ടോ? ഇതിന്റെ തുമ്പ് കെട്ടിയിട്ടില്ല. ഇത് നൂല് വലിക്കാനുള്ളതാ. നമ്മൾ ഈ സൈഡ് രണ്ടും കീറിയിട്ട് നൂല് വലിക്കും. മനസ്സിലായോ? അപ്പൊ അമ്മയ്ക്ക് മറ്റേതൊക്കെ ഫ്ലീറ്റ് എടുത്ത് വെക്കണല്ലേ ഈ ആളുകൾ? ഫ്ലീറ്റ് എടുത്ത് വെക്കുന്ന ഉടുക്കുന്നതാ ചോദിച്ചേക്കുന്നത്. അത് തലേ സമയം അതുപോലെ തന്നെ എടുത്ത് വെക്കുവോ? ഞാൻ വൈകുന്നേരം ഞൊറിഞ്ഞ് അത് നമുക്ക് കാണിക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. ഈ വീഡിയോയിൽ ഇപ്പൊ സാരി മുന്താണി കെട്ടുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇതോർന്ന് ഞാൻ ആ ചേച്ചി കൊണ്ട് തന്നപ്പോ തന്നെ തിരക്ക് കുറഞ്ഞ സമയം നോക്കി അത് കെട്ടി. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഇതിന്ന് ഇങ്ങനെ കെട്ടാൻ വേണ്ടി കൊണ്ടുവന്നാ. ഇന്നല്ല, ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാ. ഇത് കീറിയിട്ട് ഇപ്പൊ കണ്ടോ? ഇത് കണ്ടോ നൂല് വലിക്കേണ്ടത്? കണ്ടോ? കണ്ടു. അപ്പൊ ഇത് എങ്ങനെയാ ഇത് വലിക്കാന് കെട്ടുന്നൊക്കെ കാണിച്ചു തരാം. അമ്മ വലിച്ച് അതേ സ്റ്റാർട്ടിങ് തൊട്ടേ വലിച്ചിട്ട് കെട്ടാൻ വേണ്ടി തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ കെട്ടണം എന്നുള്ള ഒരു ഇത് കാണിച്ചു കൊടുക്കും. ബാക്കി പിന്നെ അമ്മ ചെയ്തോ. അമ്മ കണ്ടിച്ച് അത് കെട്ടാൻ തുടങ്ങി ഒരു 1-2 കെട്ടി കഴിഞ്ഞിട്ടുള്ള അവരെ കാണിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അമ്മ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. നമുക്ക് സൗകര്യം കുറവായതുകൊണ്ടാണ്. പിന്നെ വലിയ ടേബിളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ഇത് വേണ്ട, വിരിച്ചിട്ടാ മതി. പൂർണ്ണ പോരായിരിക്കാൻ. അപ്പൊ എന്തെങ്കിലും വെച്ചില്ലെങ്കിൽ അത് ഇതായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുകയല്ലോ. ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഇട്ടിട്ടുണ്ട് നൂല് വലിക്കാനായിട്ട്, കണ്ടോ? അപ്പൊ ഇതിന്റെ തേരൊന്നും കീറിയതല്ലോ. അപ്പൊ നമുക്കിത് നൂലായിട്ട് ഒത്തിരി ഇട്ടിട്ടില്ല. അതാ ഒരു സാരി നെയ്തടിച്ച് പറക്കി
ഇത്ര മതി, ഒത്തിരി നീളം വേണ്ട. ഇപ്പൊ ഈ വശം ഇങ്ങനെ കീറിയില്ലേ? അമ്മയുടെ ഓരോരോ കുസൃതികളാണ് ഇതൊക്കെ. എന്ത് ചെയ്യാൻ ഇതൊക്കെ. നീ അതും കട്ട് ചെയ്യണം. അങ്ങനെ ജലദോഷം പിടിച്ചിട്ട് മൂക്കൊലിക്കുന്നു ഉണ്ടോ? ഇതും ഇങ്ങനെ കീറി, എന്നിട്ട് ഇതിങ്ങനെ നൂലി ഇങ്ങനെ നമ്മൾ വരും. ഇതുണ്ടോ, രണ്ട് സൈഡും കട്ടാക്കിയില്ലേ? കട്ടാക്കിയിട്ട് അതിന്റെ നീളമൊക്കെ നമ്മൾ നോക്കി കറക്റ്റ് ആക്കിയിട്ട് പിന്നെ ഇച്ചിരി കയറ്റി വേണമെങ്കിൽ അത് അന്നേരം എടുത്താൽ മതി. എന്നിട്ട് നൂല് ഊരി കളഞ്ഞിട്ട് കെട്ടും. കാണിച്ചു നമുക്ക് 2 സെറ്റ് ചെയ്ത് കെട്ടണ കാണാം. അല്ലെങ്കിൽ വെറുതെ മൊത്തം കെട്ടണ എടുക്കാൻ പറ്റില്ലല്ലോ. വലിക്കുന്ന കാണിക്കാം. നമുക്ക് ഒത്തിരി സൗകര്യം ഇല്ലാത്തോണ്ടാട്ടോ. അതൊന്നും കുഴപ്പമില്ലെന്നേ. കാണുന്നവർക്ക് എങ്ങനെ സാരി മുന്താണി കെട്ടാമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുവാണ്. ഇത് പുതിയ സാരിയാണോ അപ്പൊ ചേച്ചിയുടെ? നമ്മുടെ മുതലേന്നാ ചേച്ചി എടുത്താ. അപ്പൊ ഞാൻ എന്നിട്ട് ആ ചേച്ചി കൂടിപ്പിച്ചു കൊടുത്തു. അതെന്തോ യാത്ര പോകാൻ വേണ്ടിട്ട് എടുത്തതാ. അപ്പൊ നമുക്ക് വലിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഈ നടുഭാഗം കൊണ്ട് ഒരു ചെറിയ വെട്ടുകിണി അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഊരി പോരാൻ എളുപ്പമുണ്ട്. എങ്ങനെ ഈ നടുഭാഗം കണ്ടോ? ഈ നടുഭാഗം കൂട്ടി ഇങ്ങനെ ഒന്ന് കീറുവാണെ നീളത്തിൽ പോരാതെ പോരാൻ എടുക്കാം. നൂലൊക്കെ ഇരിക്കുന്ന ഇതെല്ലാ സാരിയുടെ ഇങ്ങനെ കെട്ടാൻ പറ്റുമോ? എല്ലാ സാരിയും കേട്ടോ. അല്ലാണ്ട് ഈ കോട്ട അമ്മച്ചി പ്രായമായ ആൾക്കാരങ്ങനെ കെട്ടാറില്ലടാ. ഇത് കണ്ടോ ഊരി പോരുന്നേ. അമ്പൂ കൊള്ളാലോ ഇത്. ഇതന്നെ ആ മുന്താണിയുടെ സൈഡില് നൂലിരിപ്പുണ്ട്. ഇത് മൊത്തം കെട്ടി അഴിച്ചാലാണോ അത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ? ഏതാ, ഇത് മൊത്തം ഇങ്ങനെ ഊർത്തി ഇങ്ങനെ എടുക്കണം. ഇത് കണ്ടോ പോരുന്നേ. പെട്ടെന്ന് പോരും. ഇതേ കണ്ടോ? അത് നടുഭാഗത്ത് ആ വെട്ടിട്ടില്ലേ, അതുകൊണ്ട് അത് പെട്ടെന്ന് പോരുന്നതേ. വാവ്, എന്റെ അമ്മച്ചിക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ? എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. നമുക്കിതൊക്കെ വെച്ചൊരു പരിപാടി തുടങ്ങിയായിരുന്നു. മുന്താണി കെട്ടില്ല, ഡ്രാപ്പിങ്, സാരി. നമുക്ക് സാരിയുടെ പരിപാടി എന്തായാലും തുടങ്ങാം കേട്ടോ. നല്ല കലക്ക സാരി. അമ്മച്ചിക്ക് അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്ക് 2 പേർക്കും വേണമെങ്കിൽ പോയി സാരിയൊക്കെ എടുക്കാം. എനിക്ക് കടകളും കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് നമുക്ക് മെച്ചപ്പെട്ട രീതി, അതായത് നമുക്ക് വലിയ കൊള്ള ലാഭമൊന്നും വേണ്ട. അല്ലാത്ത ഒരു നമുക്കൊരു മാന്യമായിട്ടുള്ള റേറ്റിന് നമ്മൾ സാരി വിത്ത് വേണമെങ്കിൽ മുന്താണി കെട്ടി വേണ്ടവർക്ക് മുന്താണി കെട്ടി അയച്ചു തരും. അല്ലെ, സാരി നമ്മൾ എടുത്തിട്ട് സാരി മുന്താണി കെട്ടി അവർക്ക് വേണ്ട രീതിയിൽ ബ്ലൗസ് വേണമെങ്കിൽ വിത്ത് ബ്ലൗസ് നമ്മൾ അടിച്ചു കൊടുക്കും. അതിന് ആ ബ്ലൗസ് അടിക്കാൻ ആളുകളുണ്ടോ ഇവിടെ? നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. നിങ്ങളിത് കേട്ടിട്ട് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ കണ്ടിട്ട് എന്തായാലും നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ തുടങ്ങുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കമന്റിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഈ സാധനം കണ്ടിട്ട് ഫസ്റ്റ് ഒറ്റ ഇതുള്ളൂ. അതായത് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ കണ്ട് കമന്റ് ഇടുന്ന ആ ഒരാൾ നമ്മളിങ്ങനെ ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സമ്മാനമായിട്ടൊരു സാരി വിത്ത് ബ്ലൗസ് കൊടുത്തിരിക്കും. അല്ലേ മേ? അത് ആദ്യം കമന്റ് ഇടുന്ന ആളെ കേട്ടോ. അത് ആ കമന്റ് ഇടുന്ന ആളെ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അതെ, നമ്മളത് തന്നിരിക്കും. ഓക്കെ, അത് നേരിട്ട് വേണേൽ കൊണ്ടേ കൊടുക്കാൻ പറ്റണം. നമ്മൾ നേരിട്ട് കൊണ്ടേ കൊടുക്കാം. അതൊക്കെയാണ് നമ്മുടെ ഒരു ദൂരം. അതെ, അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ കൊടുക്കാൻ. പിന്നുള്ള ഞങ്ങളുടെ മാതാവ് കൂടി ഇരിപ്പുണ്ട് കേട്ടോ. മാതാവ് വേളാങ്കണ്ണി മാതാവ്. ഇത് ഈ മാതാവിന് അമ്മച്ചിക്ക് ഒരു ഭയങ്കര ഒരു എന്നാമ ഇതിന്റെ ഒരു സംഭവം എന്നാമ ഇതെനിക്ക് എന്റെ അമ്മ പണിതോണ്ടിരുന്ന വീട്ടിൽ പണിതോണ്ടിരുന്ന വീട്ടില് അവരുടെ മകൻ സ്ഥലം വിറ്റ് പോകുന്ന നേരത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ നല്ലത് നോക്കി എടുത്തിട്ട് വേസ്റ്റ് ആയ സാധനം വേസ്റ്റ് ഓട്ടയിൽ ഇട്ടു. അപ്പൊ ഈ മാതാവിന്റെ ഫോട്ടോ കണ്ടോ, ഇവിടെ വെച്ച് താഴോട്ടുള്ള ഭാഗം പൊട്ടിപ്പോയി. അപ്പൊ അവര് എല്ലാം പറക്കി വേസ്റ്റ് ഓട്ട ഇട്ട് കൂടെ ഇതും എടുത്തിട്ടു. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണ നേരത്തെ അവിടെ പണിയുന്ന വീട്ടിൽ ചെന്ന്, സ്കൂളിൽ തൊട്ടടുത്താ. അന്നേരം ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ആ അപ്പൻ എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് സമ്മാനമായിട്ട് ഇരിക്കട്ടെ, ഇത് നീ കൂടെ കൊണ്ടു നടന്നു, നിനക്ക് ഒരു ദോഷവും വരികയാണെന്നും പറഞ്ഞു 7 വയസ്സുള്ളപ്പോ തന്നതാ. 7 വയസ്സാ? ഇപ്പൊ എനിക്ക് 49 വയസ്സ്. എത്രയും 10-35 വർഷം ഞാനും പണ്ട് ഇവിടുന്ന് ക്ലാസ്സിലൊക്കെ പോകുമ്പോ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടാ പോവാറ്. എനിക്കത് തോന്നുമ്പോ എന്റെ കുളിര് കയറുന്നു. എനിക്കതുള്ള ആ 7-ാം വയസ്സിൽ തന്നപ്പോ പറഞ്ഞു നിനക്ക് എന്നും കൂട്ടാവട്ടെ എന്നാ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ
കള്ളിപ്പാറ വീട്ടിൽ കൊണ്ടുപോയി. കള്ളിപ്പാറ വീട്ടിൽ നിന്ന് വാടക വീട്ടിലോട്ട് മാറിയപ്പോ അങ്ങോട്ടും കൊണ്ടുപോയി, അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്നു. ആ പണ്ടുണ്ടായിരുന്ന കുഞ്ഞു വീട്ടില് ചുമ്മാ ആണിയേല് ഭിത്തിയില് ആണി അടിച്ചിട്ട് അതേ തൂക്കിയിട്ടേക്കുമായിരുന്നു. ഇപ്പൊ അച്ഛാ തല വടിയൊക്കെ ഉണ്ടാക്കി തന്നു. മാതാവിനെ നമുക്ക് അവിടെ വെക്കാം. എത്ര നല്ല ഇതാട്ടോ. 49 വയസ്സ്. എനിക്ക് 49 ഇതൊരു ഇതാ രൂപമായിരുന്നു, ആ രൂപം പൊട്ടിപ്പോയതാ. അത് ഉരുക്കി മാതാവ് ഞാൻ ഭയങ്കര എപ്പോഴും പണ്ട് നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ പോകുമ്പോ ഞാൻ ഇപ്പോഴും അമ്മച്ചി എന്താ ആവശ്യം ഉണ്ടെങ്കിൽ കുഞ്ഞുമാതാവ് എന്ന് പറയാം. അതെന്ന് വെച്ചാൽ കുഞ്ഞുമാതാവ് എന്ന് വിളിക്കാൻ കാര്യം അത് ഇങ്ങനെ തൊള്ളിയല്ലേ ഉള്ളു, പക്ഷെ എന്നാലും അതുകൊണ്ടാണ് കുഞ്ഞുമാതാവ് എന്ന് പറയുന്നത്. എല്ലാ സമ്പാദ്യവും സൗഭാഗ്യവും ആ കുഞ്ഞുമാതാവിന്റെ കരുണയാ. അതിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനകളും വെറുതെ ആയിട്ടില്ല. തെറ്റാവുന്നില്ല അമ്മ കേട്ടെ. ഇനി അത് ഇത് ഏകദേശം നൂല് വലിഞ്ഞോട്ടെ. ഇനി നമുക്ക് കെട്ടാൻ തുടങ്ങുമ്പോ കാണിക്കാവേ. വലിച്ച് രണ്ടിടത്തും തീർത്തിട്ടേ അമ്മ വലിച്ച് തീർത്തിട്ട് കെട്ടാൻ തുടങ്ങുമ്പോ കാണിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവൂലേ. ഇത് എനിക്ക് കുറച്ച് കാര്യം തെറ്റിപ്പോയതാണ്. ഞാൻ അത് സാരി ഡ്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതാണ്. എനിക്കറിയില്ല നമ്മ മുന്താടി ഒന്നും കെട്ടുന്നു. എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ അടുത്ത വീഡിയോസ് നമ്മൾ വീഡിയോ കാണിക്കാം, എന്നാലൊക്കെ ഒരു രസമുള്ളൂ. എല്ലാം ഒരു വീഡിയോ തന്നെ ഇതായി കഴിഞ്ഞാൽ രസമില്ലല്ലോ. അപ്പം ഇനി ഇതിപ്പോ അമ്മ വലിച്ച് നീട്ടിട്ടെ. എനിക്കിതിന് സഹായിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് സാരി ഞാൻ പുതിയത് മേടിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ മേടിച്ച് ചെയ്തേനെ. അപ്പൊ അമ്മ ചെയ്തിട്ട് കാണാം കേട്ടോ. പ്രായമുള്ള ആളാണോ? അമ്മ ഈ സാരി മേടിച്ചിട്ട് ഞങ്ങൾ യാത്രക്ക് പോകുമായിരുന്നു. അപ്പൊ ആ സാരി മേടിച്ച് നമ്മുടെ അവിടെ തന്നെ ഉടുക്കും കേട്ടോ. അപ്പൊ ഭയങ്കര വീതിയിൽ ഇങ്ങനെ 3-4 ഫ്ലീറ്റ് ആയിട്ട് ഉടുത്തോണ്ട് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഉടുപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞായിട്ട് വീതി അതാ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി പോയി. അപ്പൊ മകള് കൂടി ഉണ്ടായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു ഇത് ആദ്യം കൊടുത്ത സാരിയാന്നേ പറയല്ലോ. അമ്മയുടെ സാരി ഉടുപ്പിക്കല് സെറ്റപ്പാന്നേ. അപ്പം കണ്ണട്ടോ ഇതെനിക്ക് എന്റെ അമ്മ പണിതോണ്ടിരുന്ന വീട്ടിൽ എംആറില് പണിതോണ്ടിരുന്ന വീട്ടില് അവരുടെ മകൻ സ്ഥലം വിറ്റ് പോകുന്ന നേരത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ലത് നോക്കി എടുത്തിട്ട് വേസ്റ്റ് ആയ സാധനം വേസ്റ്റ് ഓട്ടയിൽ ഇട്ടു. അപ്പൊ ഈ മാതാവിന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ വെച്ച് താഴോട്ടുള്ള ഭാഗം പൊട്ടിപ്പോയി. അപ്പൊ അവര് എല്ലാം പറക്കി വേസ്റ്റ് ഓട്ട ഇട്ടുകൂടെ ഇതും എടുത്തിട്ടു. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണ നേരത്തെ അവിടെ പണിയുന്ന വീട്ടിൽ ചെന്ന് സ്കൂളിന്റെ തൊട്ടടുത്താ. അന്നേരം ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ആ അപ്പൻ എന്നോട് പറഞ്ഞു ഇത് നിനക്ക് സമ്മാനമായിട്ട് ഇരിക്കട്ടെ, ഇത് നീ കൂടെ കൊണ്ടു നടന്നു, നിനക്ക് ഒരു ദോഷവും വരികയാണെന്നും പറഞ്ഞു 7 വയസ്സുള്ളപ്പോ തന്നതാ. 7 വയസ്സാ. ഇപ്പൊ എനിക്ക് 49 വയസ്സ്. എത്രയും 10-35 വർഷം ആ ഒരു കഷ്ണമുള്ളൂ. എന്നും നിനക്ക് ഞാനും പണ്ട് ഇവിടുന്ന് ക്ലാസ്സിലൊക്കെ പോകുമ്പോ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടാ പോവാറ്. എനിക്കത് തോന്നുമ്പോ എന്റെ കുളിര് കയറുന്നു. എനിക്കതുള്ള ആ 7-ാം വയസ്സിൽ തന്നപ്പോ പറഞ്ഞു നിനക്ക് എന്നും കൂട്ടാവട്ടെ എന്നാ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കള്ളിപ്പാറ വീട്ടിൽ കൊണ്ടുപോയി. കള്ളിപ്പാറ വീട്ടിൽ നിന്ന് വാടക വീട്ടിലോട്ട് മാറിയപ്പോ അങ്ങോട്ടും കൊണ്ടുപോയി. നൂല് വലിച്ചേനെ കണ്ടോ. ഒത്തിരി നൂല് വലിക്കാനില്ല, കാരണം ഒത്തിരി നീളത്തിൽ കിടപ്പില്ല. ഇത് കണ്ടോ ഈ നൂല്, ഇതിന്റെ ഈ മൂല ഞാൻ വെട്ടി കീറി വിട്ടില്ല ഇവിടെ. ഇത് ആ വീതിയുള്ളോടോ അത് ഞാൻ ഉരി അത് കളഞ്ഞു. അപ്പൊ അതിങ്ങനെ കൂട്ടി കെട്ടി. 2 കെട്ടാൻ കാണിക്ക്. എത്ര വെച്ച കാണിക്കാപ്പാ? ഇത് കൊറേ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കെട്ടാൻ വേണ്ടിട്ട്. ഇതൊക്കെ കെട്ടാനാണോ? അല്ല വെട്ടം കുറവാ അല്ലേ. ഇച്ചിരി വീതിയിലും കെട്ടിയേക്കാല്ലേ. സിമ്പിൾ പരിപാടിയാണോ? ആ മൂലന്നാണ് കെട്ടാൻ തുടങ്ങുന്നത്. ഇപ്പൊ നിന്നെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അങ്ങ് എടുത്തേ ഉള്ളു. കണ്ടോ? വാവ്. പക്ഷെ നല്ല പണി ടൈം എടുക്കൂട്ടോ ഇത് ചെയ്യാൻ വേണ്ടിട്ട്. ഒപ്പം ആവുകയും ചെയ്യണം, നൂലരിഞ്ഞും പോകരുത്. കണ്ടോ 2 കെട്ടിയതാ. ബാക്കി ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ട് ഫുള്ള് കെട്ടോ. വൈസ് അപ്പൊ ഏകദേശം 1 കെട്ടണം എനിക്ക്. എത്ര വീതി അമ്മ നമ്മൾ തന്നെയാണ് ഇതിന്റെ വീതി ഇതൊക്കെ സെറ്റ് ചെയ്യുന്നേ? ഒത്തിരി വീതി കൂടിയാലും കൊള്ളുകയല്ല. പിന്നെ ഉണ്ടല്ലോ ഇതിങ്ങനെ ചേർത്ത് കെട്ടിപ്പോവാൻ പറ്റും. എങ്ങനെ? ഇതുകൊണ്ട് ഇതിവിടെ കാണിക്കുക. ഇവിടെ ഇത് കണ്ട ഈ മൂലയില്ല ഇവിടെ ഈ തുഞ്ചും കൂട്ടി ഇങ്ങനെ വേണേ കെട്ടാ. ചിലരിതിങ്ങനെ വീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ കെട്ടും, ചിലരിങ്ങനെ ചുരുട്ടി കെട്ടും, ചിലരിങ്ങനെ മെടയും. ഇത് കണ്ടോ? ഇതൊക്കെ അറിയാലേ. ഉണ്ടോ ഇങ്ങനെ മെടയും. കാണിക്കാവേ
ഇങ്ങനെ മെടഞ്ഞെടുക്കും. അപ്പൊ മെടഞ്ഞെടുക്കുമ്പോൾ വീതി കൂടുതൽ വേണം. ഇതിന്റെ നൂല് വീതി കൂടുതൽ വേണം, കനവും വേണം. എന്നിട്ട് നോക്കിയേ, ഇതിങ്ങനെ എടുത്തേച്ച് ഇങ്ങനെ മെടഞ്ഞ് മുടി പിന്നുന്ന പോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് മുടിയുടെ തുമ്പ് പോലെ തന്നെ ഇവിടെ ഇത്ര നീട്ടിയിടും. എന്നിട്ട് ഇവിടെ കൊണ്ട് കെട്ടും. സൂപ്പർ. അപ്പൊ എന്തായാലും അമ്മ ചെയ്തിട്ട് കാണാം. കാണിച്ചേ ഗൈസ്, നമ്മുടെ സാധനം സെറ്റ് ചെയ്തിട്ടത് ഇതാണ് കേട്ടോ. ഏകദേശം അമ്മ ഇവിടെ വിരിച്ചിട്ടേ എന്നാലും എനിക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ദേ അപ്പൊ അമ്മ മുന്താണി കെട്ടിയത് ഞാൻ കാണിച്ചു തരാം. ദേ വാ, കൊള്ളാലോ സംഭവം. അപ്പൊ ഒരു വൃത്തി രസമായില്ലേ. അപ്പൊ ഇത് ലെവലായിട്ട് ഇങ്ങനെ അമ്മ ലെവലായിട്ട് തന്നെ ഉള്ളത് കെട്ടിയത്. ഇതെന്നാന്ന് പറയട്ടെ, അപ്പൊ ഇനി ഇത് ഇവിടുന്ന് നൂല് വിട്ടു പോരൂല. തുഞ്ചം കെട്ടിയിട്ടു. ഇതെന്നാന്ന് പറയട്ടെ, ഇത് നൂല് കുറവും ഉണ്ട്. പിന്നെ ആ ചേച്ചി നല്ല ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ഒരു ചേച്ചിയാ. അപ്പൊ നമ്മള് ഒരു ഇത്രയും കയറ്റി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തുന്നോടത്തൊന്നും നീളം കുറവ് വരും. മുന്താണി ഒത്തിരി വലിച്ചാല്. അപ്പൊ പിന്നെ പ്രായമായ ചേച്ചിയാകുമ്പോ ഒത്തിരി നൂല് വലിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞായിട്ട് കെട്ടിയത്. ഇതുണ്ട്, ഞാൻ എന്റെ സാരി കഴിഞ്ഞ ദിവസം നാളും കഴിച്ചിട്ട് ഞാൻ കെട്ടിയതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ വേണേലും കെട്ടാൻ. ഇത് കൊള്ളാലോ. നല്ലല്ലേ? നമുക്ക് കലാവിരുതാണല്ലോ. ഇത് എന്റെ അമ്മീ, എന്റെ അമ്മ സമയം വേണപ്പാ, സമയം വേണം. നമ്മൾ ഈ തിരക്കിട്ട് ഓടി നമ്മൾ ഒരേ കൂട്ടം പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് നല്ലതല്ലേ? അമ്മയുടെ സാരി കളക്ഷൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 വീഡിയോ എടുക്കാനുള്ളതുണ്ട്. എന്തായാലും സാരി മേടിക്കും. ഞാൻ ഓർക്കണ ഇത് സാരി മേടിക്കാൻ വേണ്ടി ജനിച്ചാണോ? പണ്ട് അമ്മച്ചിക്ക് ഡ്രസ്സിന് പഞ്ഞു വരുന്നോ? ആണാ? പണ്ടമ്മച്ചിക്ക് ഡ്രസ്സിന് എന്റെ ജീവിതത്തില് അഹങ്കാരം പറയല്ല, എനിക്ക് ഭക്ഷണത്തിനും ഡ്രസ്സിനും ജീവിതത്തിൽ പഞ്ഞുണ്ടായിട്ടില്ല. നീക്കി വെക്കാൻ ഒത്തിരി കാശുമില്ല, ഒത്തിരി സമ്പത്ത്. നൂല് വലിച്ചല്ലേ കേട്ടോ. നീക്കി വെക്കാൻ ഒത്തിരി സമ്പത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും സമാധാനത്തിനും ഒരു ബുദ്ധിമുട്ട്. ഈ കുറച്ച് നാളായിട്ടൊരു സമാധാനക്കേട്, അത് ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗം. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ, കമന്റ് വായിച്ചതിന്റെ അകത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മക്കളാന്ന്. ഞാനും ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. അനിയത്തി മൂവാറ്റുപുഴ താമസിക്കുന്നു. പിന്നെ കമന്റ് വായിച്ചതിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, അമ്മടിയമ്മ ഒറ്റയ്ക്കാണോന്ന് ചോദിച്ചിട്ടുണ്ടായി അവിടെ. ഒറ്റയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മടിയമ്മയുടെ ആങ്ങളമാരും അനിയത്തിമാരും എല്ലാം മുറ്റത്ത് അടുത്തടുത്തായിട്ട് ജസ്റ്റ് ആ ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ടതാണെന്നേ ഉള്ളൂ. പിന്നെ അമ്മടിയമ്മ ഇങ്ങനെ വന്ന് ഇവിടെ നിക്കൂല. ഞങ്ങൾ സണ്ണിച്ചാച്ച മാത്രമാ കൊച്ചിരി കയറ്റം കയറി. നമ്മുടെ സ്ഥലവും എന്നാലും ഹൊയ് എന്നൊരു വിളി ഇട്ടാൽ എല്ലാരും വരും. എല്ലാവരും അടുത്തടുത്താ അനിയത്തിമാരും. പിന്നെ കുറച്ചുപേരെ കാണിച്ചുള്ളൂ. അവര് 6 മക്കളാ. അതിലൊരാളാ മരിച്ചു പോയുള്ളൂ. ബാക്കി 5 പേരുണ്ട്. എല്ലാരെയും കാണിക്കാൻ പറ്റില്ല, എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ 2 വർഷം മുമ്പ് അമ്മയ്ക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിനകത്ത്. അതെന്നാന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് എനിക്ക് പനി പെട്ടെന്ന് വന്ന്, വെള്ളം കൂടി തീർത്ത് കുറഞ്ഞു പോയി. പനി പെട്ടെന്ന് വന്ന് കൗണ്ട് കൂടിപ്പോയി. 34,000 ആയി കൗണ്ട്. അങ്ങനെ 2 വർഷം മുമ്പ്. എന്നിട്ട് കൗണ്ട് കുറയുന്നില്ലായിരുന്നു. എന്നിട്ട് എവിടെ പൈനാവ് അവിടെ കോട്ടയം പോയില്ലേ? അത് എന്തെങ്കിലും അസുഖമായി കൗണ്ട് താഴാതെ നിൽക്കുന്ന എന്നാന്നറിയാം. ചെക്കപ്പിന് വേണ്ടി കോട്ടയം കൊണ്ടേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, 41 ഇഞ്ചക്ഷൻ എടുക്കണം കൗണ്ട് കുത്തി എന്റെ കയ്യിൽ ഞരമ്പുകളൊന്നുമില്ലായിരുന്നു. 41 ഇഞ്ചക്ഷൻ എടുത്തോടുകൂടി ഞാൻ ആകെ വയ്യാതെയായി, ക്ഷീണിച്ച് എല്ലാം സെറ്റായി. അതാ പറഞ്ഞ മാതാവിന്റെ കരുണ അതല്ല. എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ഇതൊന്നല്ല, ദൈവം കാണുന്നുണ്ടല്ലോ എല്ലാം. അപ്പൊ നമ്മള് ദൈവത്തിന് മാത്രം വിശ്വസിച്ചാൽ മതി, വിട്ടു കളഞ്ഞാൽ മതി. ആൾക്ക് എന്തും പറയാം, ആർക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. പക്ഷെ കാണുന്ന ആളുകളും ഉണ്ടല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വീഡിയോ. അമ്മച്ചി സാരി ഇടണം. ബാക്കി ഇനി അമ്മയുടെ സാരിയും കാര്യങ്ങളൊക്കെ വേറെ. പിന്നെ ഡ്രാപ്പിങ്ങോ അത് കെട്ടണം എങ്ങനെയാന്നുള്ളത് വേറെ. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. പക്ഷെ നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം അറിയുവാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പൊ 150 രൂപ ആണെങ്കിൽ 150 രൂപ നിങ്ങൾക്ക് ലാഭിക്കാമല്ലോ അമ്മച്ചി. കാരണം 2 സാരിക്ക് 300 രൂപ കിട്ടി. ആ പിടിക്കാൻ നമുക്ക് അമ്മച്ചിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞതെന്നു വെച്ചാല്, ഇത് ചെയ്യുന്ന പറ്റുന്ന അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിഞ്ഞു ചെയ്യുന്ന ആൾക്കാർക്ക് 150 രൂപ ലാഭമാണ്. നമുക്ക് ഒരിക്കലും അവരോട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളങ്ങ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ഉറപ്പായിട്ട് ചെയ്യണല്ലോ. അതിനകത്ത് ഒത്തിരി കഷ്ടപ്പാടില്ലപ്പാ. ഇല്ല. അപ്പൊ എന്തായാലും വേറെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങളും ഒന്നിനൊന്നായിട്ട് കടന്നു പോകും. അതിൻ്റെ കൂടെ സന്തോഷവും
സങ്കടങ്ങളും വരും. അതെല്ലാം നമ്മൾ ദൈവത്തിന്റെ പാദത്തിൽ സമർപ്പിക്കണം. അല്ലാതെ എനിക്ക് സുഖം മാത്രം വേണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ദുഃഖം ഉണ്ടെങ്കിലല്ലേ ഒരു സുഖമൊക്കെ കിട്ടുള്ളൂ. കേട്ടുറപ്പുണ്ടല്ലോ. ദുഃഖം തന്നെങ്കിൽ മാത്രം നമ്മള് ദൈവത്തെ വിളിക്കുള്ളൂ. സത്യം. ഇല്ല മറന്നു പോകും നമ്മള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നീ കുറെ മറന്നുപോയായിരുന്നു. അതിന്റെ ഇടക്കട്ടെ എനിക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. അപ്പം വേറെ ഒന്നുമില്ല, നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാട്ടോ. അപ്പം ബൈ.